ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ അച്ഛനെ പറ്റിച്ച് കാലം നടക്കുന്ന അച്ഛട്ടെ ഭൂരിയെ കൊടുത്തു പിങ്കുഞ്ഞ കാലത്തെ ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് പതിവ് പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നിപ്പോ നമ്മുടെ അച്ഛനെ ഡോക്ടറെ കാട്ടേണ്ട ദിവസമാണ്. എന്ന് വെച്ചാൽ നമ്മള് കഴിഞ്ഞൊരു ബ്ലോഗില് കാണിച്ചില്ലായിരുന്നോ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി 2 നേരം ആവി പിടിക്കാൻ പറഞ്ഞു നോക്കെ. അതൊക്കെ നമ്മള് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഇന്ന് ഡോക്ടറെ കൊണ്ട കാണിച്ച് ഡോക്ടർ മരുന്നൊക്കെ മാറ്റി തരും കേട്ടോ. ചിലപ്പോ നല്ല ഭേദമായിട്ടുണ്ട്. ചുമ മരുന്ന് അതിൽ തന്നെ ഉണ്ട്. അപ്പഴേ ഞങ്ങളിഞ്ഞ് ആശുപത്രിയിലൊക്കെ പോയിട്ട് വരാം. അതുപോലെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ 1000 താങ്ക്സ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് മുന്നിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ വെൽക്കം ടു അവർ ചാനൽ. കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ കൂട്ടം നമ്മുടെ അവസ്ഥ എന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടും ഹോസ്പിറ്റലിൽ പോകണമല്ലോ 2 നേരം ആവി പിടിക്കാനായിട്ട്. അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ ആവി പിടിക്കാനല്ല കേട്ടോ പോണത്, ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ്. വയ്യായൊക്കെ നല്ല രീതിക്ക് ഭേദമായിട്ടുണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് സ്ഥിരമായിട്ട് ഗുളിക കുടിക്കേണ്ടി വരും പറഞ്ഞു ഡോക്ടറെ. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് കൊണ്ടേ കാണിക്കാം എന്ന് ചെല്ലാൻ പറഞ്ഞതാണ്. വെള്ളിയാഴ്ച എന്തായാലും വരണം എന്ന് പറഞ്ഞതാണ്. അത് ആവി പിടിക്കേണ്ടത് എങ്ങാനും ആവി പിടിക്കാൻ പറഞ്ഞൊന്ന് മേടിക്കാൻ പറയാൻ പറ്റില്ല. അന്നാണ് എത്ര മണിക്ക് ആവി പിടിപ്പിച്ച്? 2 ഉച്ചക്ക്. ഞങ്ങള് വണ്ടി വിളിച്ചിട്ട് വണ്ടി ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ഈ വെയിലും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോ ശ്വാസം മുട്ട് വൈകുന്നേരത്തേക്ക് നന്നാവും. ചുമയൊക്കെ നല്ല മടക്ക വണ്ടിയും കിട്ടുന്ന കരുതി കയറുകയാണ് നമ്മള്. അപ്പൊ ഇനി എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വരാട്ടാ. കുറച്ച് ദിവസമായിട്ടേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ മാതിരിയാണ് നമ്മുടെ ഒരു അവസ്ഥ കേട്ടോ. എന്ന് വെച്ചാൽ ഡെയിലി നമുക്ക് രാവിലെയും വൈകിട്ടും പോയിട്ട് ആവി പിടിക്കണ്ടേ. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഇതുപോലെ 2 നേരം പോയിട്ട് വരണത്. നമ്മുടെ വീടൊക്കെ എടുത്തല്ലേ, അത്രയ്ക്കും വലിവായിരുന്നു കുട്ടിക്ക്. എന്നാലും അവൻ കിടന്ന് തുള്ളും. ഇപ്പം അവനെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും വയ്യായുള്ളൊരു കുട്ടിയെന്ന് തോന്നൂല. എന്ന് വെച്ചാൽ എൻ്റെ ആദ്യമൊക്കെ എന്തെങ്കിലും ഒരു വയ്യായ അരുക്കോടെ പോകുമ്പോഴത്തേക്കും ക്ഷീണിച്ച് കുഴങ്ങിയിട്ടുണ്ടാവും. ഏകദേശം എൻ്റെ മാതിരിയാണ് അവൻ. പക്ഷെ അച്ചൂട്ടൻ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. അവൻ ഇത്തിരി അരിക്കാൻ വയ്ക്കുമെങ്കിൽ അവൻ്റെ വയ്യായും കേടൊന്നും മുഖത്തും മേലും കാട്ടില്ലേ. ശ്വാസം മുട്ടുന്ന കുട്ടീനെ നടത്തിക്കല്ലാണ്ട് ഒരു വഴിയില്ല. വണ്ടി വിളിച്ചിട്ട് കിട്ടണ്ടേ. അപ്പോൾ പിന്നെ നമ്മൾ പകുതി വരത്തേക്കും അങ്ങനെ അങ്ങ് നടന്ന് കയറി. പിന്നെ മണക്ക് വണ്ടി കിട്ടി. അത് പിന്നെ ഹോസ്പിറ്റലിൽ വരത്തേക്കും അങ്ങ് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ വലിയ കൂട്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം ഡോക്ടറെ കാട്ടിയിട്ട് പോരാൻ പറ്റി. ഡോക്ടർ 5 ദിവസത്തേക്കും കൂടെ മരുന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം തന്നെ അത് കൊടുക്കണ്ട, കാരണം നമ്മൾ ആദ്യം കാണിച്ച് മരുന്ന് മേടിച്ചത് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒറ്റങ്ങനായിട്ട് ഞങ്ങള് ഡോക്ടറെ കാട്ടി ഞങ്ങളുടെ പാടത്ത് കൂടെ നടന്നു വരികയാണ് ഗൈസ് അല്ലേ. ഞങ്ങള് റോഡ് വരത്തേക്ക് ഓട്ടോയിലാട്ടോ വന്നത്. അവിടെ ഇറങ്ങിയാണേ. അത് നമുക്ക് മടക്കവണ്ടി കിട്ടിയാണ്. അപ്പോൾ ഒരു കോട്ടുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ കടയുടെ ഇറക്കി തന്നു. അപ്പോൾ നമുക്ക് ഓട്ടോ പൈസ ലാഭമായി, ഒരു നീളം നടക്കാനുമായി. ഇല്ലേടാ? അതേ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഈ ഉങ്ങിന് നിറച്ച് പൊത്തുണ്ടാവും കേട്ടോ. ഉങ്ങിന്റെ വേരിലൊക്കെ പൊത്തുണ്ടാവും. ആ പൊത്തില് ആ കൊന്നപ്പൂവ് ഇടും. എന്നിട്ട് കുറച്ച് വെള്ളം തളിക്കും. എന്നിട്ട് കല്ലും കൊണ്ടോ കാനുള്ള കോലും കൊണ്ടൊക്കെ കുത്തുക. ഒരു നാറ്റൊക്കെ വരും. പക്ഷെ അത് ഞങ്ങളുടെ ഒരു കളിയായിരുന്നു, ഹോബിയായിരുന്നു. എല്ലാവരും കൊന്നപ്പൂ കുത്താൻ പോവാ ചോദിക്കും. ഞാൻ പോയി കുത്തും. അതും ഒരു നൊസ്റ്റാൾജിയ. അച്ചു നെല്ലുകതിര് വലിക്കരുതേ. വണ്ടി വിളിക്കാണ്ട് നടന്നിങ്ങനെ പോരുമ്പോ ഒരുപാട് ലാഭങ്ങളുണ്ട്. എന്താ മനസ്സിലായോ? ഒന്ന് നമുക്ക് വണ്ടിക്ക് പൈസ എടുക്കണ്ട. പിന്നെ വേറൊരു ലാഭം എന്താ വെച്ചാൽ എല്ലാവരും ചോദിക്കലുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ അമ്മയും ഉണ്ണോടും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഒരു സിങ്ക് എന്നൊക്കെ. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബോണ്ട് ഉണ്ടാവാൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ പൊട്ടത്തരങ്ങൾ മുഴുക്ക അവർ കേൾക്കും, അവരുടെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും മുഴുക്ക ഞാനും കേൾക്കും. അതിങ്ങനെ നമ്മുടേതായ ഒരു സമയം ഉണ്ടാക്കിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. തിരിച്ചു വരുമ്പോഴേ പനയുടെ താഴെ ഇങ്ങനെ ഈ പനനൊങ്ക് ഉണ്ടാവൂലേ, അങ്ങനത്തെ കുഞ്ഞ് പനതേങ്ങ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. കൊഴിഞ്ഞു വീണയാണ്. അപ്പം ഞാനത് മൂത്താണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നൊങ്ക് ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് പെറുക്കി എടുത്തിയാണ്. പക്ഷെ ഒക്കെ ഈ അച്ചിങ്ങക്കൂട്ടാണ്.
അതിൻ്റെ ഉള്ളിലൊരു ചുക്കും ചുണ്ണാമ്പും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അയക്കുള്ളതാണ്. അത് പിന്നെ പറയേ. അച്ഛനെ പറ്റിച്ച് കാലം തുടങ്ങുന്ന അച്ഛട്ടെ അച്ചുട്ടനെ ഏട്ടൻ്റെ അടുത്ത് ഓനെ ടൗണിലേക്ക് കൊണ്ടുപോയി വെച്ചു കേട്ടോ. അപ്പൊ ഏട്ടൻ അത് കേട്ട ഭാവമല്ല. അപ്പം ഈ ഉള്ളിൽ കൂടെ പോയി പാൻറ്റൊക്കെ ഇട്ടിട്ട് വണ്ടിയുടെ ബാക്കിൽ കിടക്കുകയാണ്. ഏട്ടൻ കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെയായിട്ട് പോവാ. എന്നിട്ട് പകുതി വഴി എത്തുമ്പോൾ അച്ഛാ സർപ്രൈസ് എന്ന് പറയാന്നൊക്കെ ഓർത്തിട്ട്, പക്ഷെ മൊത്തം ചീറ്റിപ്പോയി. മണ്ണിരിക്കണ നോക്ക് അടുത്തിട്ട് അവനെ കൊണ്ട് ടൗണിൽ പോയി കഴിഞ്ഞാൽ നല്ല സാമ്പത്തിക മാന്തിയാണ്. അതുകൊണ്ടാണ് ഏട്ടൻ അതിന് താല്പര്യം കാട്ടാത്ത കേട്ടോ. ആരാണ് ചതിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? പിങ്കു മേലെ എന്നിട്ട് നോക്കുകയാണ്. അപ്പോൾ ഓൾക്ക് രാത്രി കണ്ണു വേണമല്ലോ. ഓള് വണ്ടിയുടെ പിന്നിൽ ഓനെ കണ്ടപ്പോൾ കടന്ന് കുറച്ച് ഏട്ടനെ കൊണ്ട് പിടിപ്പിച്ചു. ഏട്ടൻ ഓനെ കൊണ്ടുപോകാത്തതേ ഇതുകൊണ്ടൊക്കെയുണ്ട് കേട്ടോ. ടൗണിൽ പോയി പൊറോട്ടയും കറിയും കുറച്ച് ചിക്കൻ ഗ്രേവിയൊക്കെ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ചെക്കനെ ബിരിയാണി വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചൂടെ. എനിക്ക് കുറേ ദിവസമായിട്ട് ബിരിയാണി കഴിക്കാനൊരു കൊതി. പൊറോട്ടനേക്കാളും എത്ര നന്നത് സന്ധ്യം പടയാൻ പറഞ്ഞപ്പോൾ പറയും ഞാൻ അതോർത്തില്ല അമ്മ. ഓന് കൂടുതൽ ഇഷ്ടം പൊറോട്ടയും ചിക്കൻ കറിയാണ്. ബിരിയാണിനേക്കാളും ഇഷ്ടമാണ് പൊറോട്ടയും ചിക്കൻ കറി. അപ്പോൾ ഓന് വേണ്ടതൊക്കെ മേടിച്ചു വന്നിട്ടുണ്ട്. നല്ല കറി നല്ല ഗ്രേവിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അങ്ങ് കഴിച്ചു. എന്നിട്ട് വ്ളോഗിൽ കുറേ അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ലേ. തട്ടിക്കൂട്ടി ഒരു വീഡിയോ അങ്ങ് ആക്കി എടുത്തുന്നല്ലേ. എന്നാലും നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. പിന്നെ വേഗം ഞങ്ങൾ കഴിക്കലെല്ലാം കഴിഞ്ഞ് അടുക്കലും പെറുക്കലും അടിക്കലും തുടയ്ക്കലും മേലഴുകലും എല്ലാം കഴിഞ്ഞ് കിടന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഒരു മൈലാഞ്ചിയുടെ ട്യൂബും പിന്നെ എനിക്ക് നെയിൽ പോളിഷൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഉറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ണി ഇങ്ങനെ മൈലാഞ്ചി കൊണ്ട് ഇടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ണി നടുക ഒരു പൂവോ മറ്റോ വരച്ചോ വേറെ ഒന്നും ഇടണ്ട, എനിക്ക് വയ്യ കേട്ടോ ബോറാക്കല്ലേ ഒക്കെ പറഞ്ഞ. അവനും അച്ചൂസും കൂടെ കുത്തബ്മിനാറ് പണിഞ്ഞിരിക്കണു എൻ്റെ കയ്യിൽ. അതങ്ങനെ വെച്ച് ഞാൻ സത്യം പറഞ്ഞാൽ പകുതി നേരത്തേക്ക് ഞാൻ കണ്ടു. പിന്നെ ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി എണീറ്റു. അപ്പോഴാണ് എൻ്റെ കയ്യിൽ ഇത് കണ്ടത്. പിന്നെ ഞാൻ കഴുകി കളയാനൊന്നും നിന്നില്ല. ബാത്റൂം പോയി വന്ന് അങ്ങനെ വീണ്ടും കിടന്നുറങ്ങി. രാവിലെ അങ്ങ് കഴുകി കളഞ്ഞു. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ അത് നിറവും പിടിച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ. ഏകദേശം ഇതുമാതിരി ആയിട്ടുണ്ട് കേട്ടോ. കാണാനൊരു ഭംഗിയില്ല. എന്നാലും എൻ്റെ ഉണ്ണിയോളം ഇട്ട് തന്നല്ലേ അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ ഓർത്താലും ഇനിയിപ്പോൾ കിടക്കണ്ടെന്ന് ഓർത്താലും പോകാൻ വഴിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇപ്പോൾ കഴുകലും മോറലും എല്ലാം നല്ല തദൃശം നടക്കൊണ്ട് പെട്ടെന്ന് തന്നെ പൊക്കോളും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം എല്ലാവരും.